നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ രണ്ടാം തരംഗം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാഷ്ട്രങ്ങൾക്കാണ് ഗൾഫ് മേഖല വിലക്കേർപ്പെടുത്തിയത്. ബഹ്റൈനും ഖത്തറും മാത്രമാണ് ഇതിൽ ഉൾപ്പെടാത്തത് എങ്കിലും ഇവർക്ക് നിബന്ധനകൾ ഏറെയാണ്. അധികൃതർ തികച്ചും അവസരം മുതലെടുക്കുന്ന കാഴ്ച. ഇപ്പോഴാ ബഹ്റൈൻ വഴി സൗദിയിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം കൂടിയതോടെ കേരളത്തിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. ഇന്നലെ ടിക്കറ്റ് എടുത്ത പലർക്കും നൽകേണ്ടി വന്നത് 70,000 രൂപയ്ക്ക് മുകളിലാണ്. മറ്റു മാർഗമില്ലാത്തതിനാൽ തന്നെ കൂടിയ നിരക്ക് നൽകാൻ പലരും തയ്യാറായെങ്കിലും വിമാനത്തിൽ സീറ്റില്ലാത്തതിനാൽ ടിക്കറ്റ് ലഭിക്കാത്ത അവസ്ഥയും ഇപ്പോൾ കാണുവാൻ സാധിക്കും. സൗദിയിൽ ജോലിയിൽ പ്രവേശിക്കേണ്ട ആയിരക്കണക്കിന് പ്രവാസികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മറ്റു രാജ്യങ്ങൾ വഴി സൗദിയിലെത്താനുള്ള മാർഗങ്ങൾ അടഞ്ഞതോടെ ബഹ്റൈൻ വഴിയാണ് ഇപ്പോൾ യാത്ര തുടരുന്നത്. വിമാന കമ്പനികൾ അത് മുതലെടുക്കുകയാണെന്ന് യാത്രക്കാർ കുറ്റപ്പെടുത്തുകയാണ്. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളങ്ങൾ വഴി നേരത്തെ 15,000 രൂപയായിരുന്നു ബഹ്റൈനിലേക്കുള്ള ശരാശരി ടിക്കറ്റ് നിരക്ക് എന്നത്. വിമാന സർവീസുകൾക്ക് നിയന്ത്രണം വന്നതോടെ തുക ഇരട്ടിയാക്കിയിരിക്കുന്നു. 2 ആഴ്ച മുമ്പ് ദുബായ് വഴി ബഹ്റൈനിലേക്ക് പോയവർ 32,000 രൂപയാണ് ടിക്കറ്റിന് നൽകിയിരുന്നത്. UAE വഴിയുള്ള വിമാന സർവീസുകൾ നിർത്തിയതോടെ നിരക്ക് 1,00,000 കൂടി. അതായത് മറ്റു രാജ്യങ്ങളിലൂടെ സൗദിയിലെത്താനുള്ള വഴികൾ കൂടി അടഞ്ഞതോടെയാണ് ബഹ്റൈൻ യാത്രയ്ക്ക് വീണ്ടും വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കൂട്ടി രംഗത്തെത്തിയത്. അതേസമയം കോവിഡ് പ്രതിരോധ നടപടിയുടെ ഭാഗമായി ഈ മാസം 20 മുതൽ സൗദി കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഇതുകൂടാതെ വാക്സിൻ സ്വീകരിക്കാതെ എത്തുന്ന യാത്രക്കാർക്ക് 7 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഉൾപ്പെടെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതും യാത്രക്കാരുടെ ചിലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ചില ഏജൻസികൾ കൂട്ടത്തോടെ ടിക്കറ്റ് വാങ്ങിവെച്ചതാണ് നിരക്ക് കുത്തനെ കൂടാനുള്ള പ്രധാന കാരണമെന്ന് യാത്രക്കാർ വ്യക്തമാക്കുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിന് ശരാശരി 50,000 രൂപയായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് നിരക്ക് എന്നത്. എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ടിക്കറ്റ് ലഭിക്കാനില്ലെന്നും മറ്റ് വിമാന കമ്പനികളുടെ നിരക്ക് 72,000 വരെയാണെന്നും യാത്രക്കാർ കുറ്റപ്പെടുത്തി. തികച്ചും ദുരിതപൂർണമായ അവസ്ഥയിലൂടെയാണ് പ്രവാസികൾ കടന്നു പോകുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.